എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു സംഭവം. ഒരു മനുഷ്യൻ ധ്യാനം കൂടാൻ വന്നു, മലയാളിയാണ്. സമാപന ദിവസം എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഇയാള് മുറി വന്നിട്ട് പറയുവാണ്, അച്ഛാ ഞാൻ കുറച്ച് ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നോട്ടെ. ഞാൻ വിചാരിച്ചു കൊള്ളാം, നല്ല ചേട്ടൻ, ധ്യാനം കൂടി നല്ല അഭിഷേകം കിട്ടിയ ചേട്ടൻ. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു കൗതുകം. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹം? അത്രയും അഭിഷേകം കിട്ടിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഭിഷേകം ഉള്ളത് കൊണ്ടൊന്നും അല്ല, വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ വലിയൊരു സാമ്പത്തിക കടക്കെണിയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കടക്കാർ വന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോകും. ഇപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് ഈ ധ്യാന കേന്ദ്രമാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ അപ്പൊ ധ്യാനം കൂടിയപ്പോഴത്തേക്ക് ചേട്ടന്റെ ഈ സാമ്പത്തിക കടബാധ്യത ഈശോയോട് പറഞ്ഞോ? സത്യം പറയാമല്ലോ അച്ഛൻ, അച്ഛനൊക്കെ പ്രസംഗിച്ചതേ ഇങ്ങനെ കേട്ടു ഇങ്ങനെ പോയി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയും വലിയ കടബാധ്യതയുള്ളതായിട്ട് ഈശോയോട് പറയണ്ടേ? കുറച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ ഈശോയോട് ചോദിക്കാമായിരുന്നു. എന്റെ അച്ഛ ഇപ്പൊ 2.5 കോടിയാ. 2.5 കോടിയോ? ഇത് ഞാൻ ഈശോയോട് ചോദിച്ചില്ല, കാരണം ഒരു മര്യാദ വേണ്ട ചോദിക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പുള്ളി വിചാരിക്കുന്നത് എനിക്ക് ഏതോ വലിയ ബിസിനസ്സിലെ ആളുകളെ പരിചയമുണ്ട്, അപ്പൊ പരിഹാരം ഞാൻ ചെയ്തു കൊടുക്കും, അതായിരിക്കും ചിന്തിച്ചത്. ചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കിട്ടും. പറഞ്ഞു, ഏത് ചോദ്യം? ചേട്ടൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. പുള്ളി അങ്ങോട്ട് എഴുന്നേറ്റ്, അച്ഛന് ഞാൻ പറയണമല്ലോ മനസ്സിലാവുന്നുണ്ട്, 2.5 കോടി രൂപയുടെ കടബാധ്യതയും കൊണ്ട് നിൽക്കുന്ന ഒരുത്തനോടാണ് സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്. അച്ഛൻ ഈ പറയുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്നതാണ്? എനിക്കൊന്നും ഇന്നവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ സ്നേഹം കുറെ ദിവസം ആയല്ലോ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ചേട്ടന്റെ ഈ 2.5 കോടി രൂപയുടെ കടബാധ്യത ഭാര്യയ്ക്ക് അറിയാമോ? ചോദ്യം. അവൾക്ക് കാര്യമായി അറിയത്തില്ല. ഉത്തരം. പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല. വളരെ അപകടം പിടിച്ച പ്രശ്നമാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ടാണോ ഉണ്ടായിരിക്കുന്നത്? അല്ല, നാളുകൾ കൊണ്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നാളുകളായി ഇവർ തമ്മിൽ സ്നേഹബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയോ 2.5 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് ഒറ്റയടിക്ക് കേട്ട് കഴിഞ്ഞാൽ ഏത് ഭാര്യ അച്ഛൻ അംഗീകരിക്കുന്നു? ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഭാര്യ അറിയണം. ഈ ഭാര്യയുടെ കൈക്ക് പിടിച്ച് ഗ്രോട്ടയുടെ മുമ്പിൽ പോയിരുന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ ഇരുന്ന് വിവാഹ ജീവിതത്തിന്റെ തുടക്കം മുതലുള്ള ഓരോരോ കുഞ്ഞു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവര് കരയുന്നുണ്ട്. ഭാര്യ മനുഷ്യന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇന്നോളം പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു വരുന്നതിനിടയിൽ കടബാധ്യതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഭാര്യ ഭർത്താവിന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടന്റെ കൂട്ടത്തിൽ ഞാനുണ്ട് ചേട്ടാ, സമ്പത്തല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇദ്ദേഹം ഓടി എന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ സമാധാനായ അച്ഛാ, എന്റെ പ്രശ്നത്തിന് ഈ 2.5 കോടിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അച്ഛാ. ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മുടെ മുമ്പിൽ വഴികൾ തെളിയും.